ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ടോട്ടർ ആക്ടിവിറ്റീനെ പറ്റിയാണ്. വാക്കിംഗ്, നടത്തം, ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് വാക്ക്. ഞാൻ യോഹന്നാനെ മിക്ക ദിവസവും 1 മണിക്കൂർ പുറത്ത് കൊണ്ടുപോകാറുണ്ട്. ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൂഡ് ബൂസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ആ ഫ്രഷ് എയറിലേക്കും സൺലൈറ്റിലേക്ക് ചെല്ലുമ്പം അവരുടെ എനർജി ലെവൽ ശരിക്കും ഡബിളായിരിക്കും. അവർക്കൊരു ബെറ്റർ മെൻ്റൽ ഹെൽത്തും കൂടെ കിട്ടും. ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ അവരുടെ പ്ലേ ടൈം നമുക്ക് ഒരുപാട് എൻകറേജ് ചെയ്യാൻ പറ്റും. പുറത്തൊക്കെ പോയി കളിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവരുടെ മോട്ടോർ സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വരും. ഭയങ്കര ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ അവർക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലാണോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും കുറച്ച് നേരം പിള്ളേരായിട്ടൊന്ന് പുറത്തേക്ക് പോയി നടക്കുക, അവരായിട്ട് ഒരുപാട് സംസാരിക്കുക, കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അവരായിട്ട് കൂടുതൽ ഇൻറ്ററാക്റ്റ് ചെയ്യുക. അവരുടെ ലാംഗ്വേജ് സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരുപാട് പെട്ടെന്ന് ഡെവലപ്പ് ആവും. ഞാൻ മെയിൻലി യോഹന്നാനെ എക്സസൈസ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഓടിച്ചാടി കളിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അവർക്ക് ക്ഷീണം വരും. അതാകുമ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കുകയും ചെയ്യും, വയറ് നിറച്ച് ഭക്ഷണവും കഴിക്കും, രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. പിന്നെയുള്ള എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം ആയിരുന്നു. സ്ക്രീൻ ടൈം 0 സ്ക്രീൻ ടൈം ആക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ നല്ല നല്ല ആക്ടിവിറ്റീസിൽ യോഹന്നാനെ എൻഗേജ് ചെയ്യിപ്പിക്കുമ്പം, അതിപ്പോൾ ഏതൊരു കുഞ്ഞായാലും നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് മൊബൈലോ ടിവിയോ ലാപ്ടോപ്പോ ഒന്നും വേണ്ടി വരില്ല. അവരും ഹാപ്പി ആയിരിക്കും, പേരൻസായ നമ്മളും ഹാപ്പി ആയിരിക്കും. ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പം പിള്ളേരുടെ കോൺഫിഡൻസ് ലെവൽ അത് ഒരുപാട് വർദ്ധിക്കും, നന്നായിട്ട് ബൂസ്റ്റ് ആകും. ഫിസിക്കൽ ഹെൽത്ത് കെയർ ചെയ്യുന്ന പോലെ മെൻ്റൽ ഹെൽത്ത് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുമ്പം ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ആവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കേട്ടോ.